അള്ളാഹുവിൻ്റെ പള്ളികൾ മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളാണ്, അവരുടെ ആശാകേന്ദ്രങ്ങളാണ്, അവരുടെ പ്രതീക്ഷാ ഭവനങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത. മുസ്ലിം പൊതുസമൂഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നവരാണ് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും. ഈ ലിംഗവിവേചനം ഒരു കാരണവശാലും ഇസ്ലാമിൽ പള്ളികളുടെ വിഷയത്തിലോ ആരാധനയുടെ വിഷയത്തിലോ വെച്ചിട്ടില്ല. നമ്മൾ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു പോയൊരു മേഖലയാണ്. പള്ളികളും സ്ത്രീകളുമായിട്ടൊരു ബന്ധവുമില്ല, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവർക്ക് അവകാശമില്ല എന്നത് സമൂഹത്തിൽ പൊതുവിൽ പടർന്നു പിടിച്ച വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇസ്ലാമിനകത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത്രയേറെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ് ഇസ്ലാമിൻ്റേത്. ഒഴിവാക്കപ്പെട്ടിരുന്ന, മാറ്റി നിർത്തപ്പെട്ടിരുന്ന, ലിംഗത്തിൻ്റെ പേരിൽ വിവേചനം നേരിട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു സ്ത്രീകൾ. അത് പുരാതന കാലഘട്ടങ്ങളിൽ ഒട്ടനവധി വിശ്വാസങ്ങൾ നമുക്കിത് കാണാൻ കഴിയും. ആ വിശ്വാസങ്ങളുടെ മീതെ വെച്ച ഒരു ചെക്കാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്നുള്ളത് അങ്ങനെ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല, ലിംഗാടിസ്ഥാനത്തിൽ വിവേചനങ്ങൾക്ക് ഇരയാക്കപ്പെടേണ്ടവരല്ല. അവർ ഈക്വലാണ്. സ്ത്രീയും പുരുഷനും രണ്ട് ജെൻഡറാണെന്നതിനപ്പുറത്തേക്ക് രണ്ട് കൂട്ടരും മനുഷ്യരാണ് എന്നതുകൊണ്ട് സമന്മാരാണ് എന്നതാണ് ഇസ്ലാം പറയുന്നത്. ആ സമത്വവും അവകാശവും കൃത്യമായി നൽകപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ എന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ വലിയ നിലയിൽ പ്രധാനമായിട്ട് വരുന്ന പാണക്കാട് തങ്ങളുടെ ഒരു മകൾ, ആ മകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടന്നു. സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പണ്ഡിത കൂട്ടങ്ങൾക്കൊക്കെ പറയാനുള്ള, പണ്ഡിത സഭകൾക്കും മറ്റ് വലിയ ചർച്ചകൾ നടത്തിയിട്ട് പറയാനുള്ളത് അതൊരു ഒരു പുരോഗമന ആശയമാണ്, അത്തരം ഒരു ചിന്താഗതി ഇസ്ലാമിനകത്തില്ല എന്നാണ്. ലാ തംനഉ ഇമാഅല്ലാഹി മിനൽ മസാജിദ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നഗ്നമായും വ്യക്തമായും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യമാണ്. ഒരിക്കലും അള്ളാഹുവിൻ്റെ അടിമകളായ വനിതകളെ നിങ്ങൾ പള്ളികളിൽ തടയാൻ പാടില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധനാ സ്വാതന്ത്ര്യം പുരുഷനെ പോലെ തന്നെ നൽകപ്പെട്ടവരാണ് സ്ത്രീകൾ എന്നുള്ളതാണ് മറ്റ് ഏതൊരു സംസ്കാരത്തിൽ നിന്നും ഇസ്ലാമിനെ വിഭിന്നമാക്കുന്ന സംഗതി പോലും. എല്ലാ മതങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകളെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന രീതികൾ ഉണ്ടായിരിക്കുമ്പോൾ അതങ്ങനെയല്ല ഇസ്ലാമിനകത്തുള്ളത് എന്ന് വളരെ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ പള്ളിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ സന്നിഹിതരായിരുന്നു. സ്ത്രീകൾ കണ്ടമാനം സ്ത്രീകൾ എന്ത് ചെയ്തിട്ട് നമസ്കാരത്തിന് വേണ്ടി സുബഹിക്കും ഇഷാക്കും അടക്കം, രാത്രി നമസ്കാരങ്ങളായ ഇഷാ നമസ്കാരത്തിനടക്കം, അതിരാവിലെ നമസ്കാരമായ ഫജ്ർ നമസ്കാരമായ സുബഹിക്കടക്കം പള്ളിയിലേക്ക് സ്ത്രീകൾ കൂട്ടം കൂട്ടമായി വന്നു പോയിരുന്നു എന്നാണ് ചരിത്രം കാണാൻ കഴിയുക. അതുമാത്രമല്ല, സ്ത്രീകൾ അവിടെ ഇഅ്തികാഫിൽ കഴിഞ്ഞുകൂടിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രോഗികളെ, യുദ്ധാനന്തരം ശുശ്രൂഷിക്കപ്പെടുന്ന യുദ്ധ പോരാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചികിത്സാർത്ഥം ഡോക്ടർ സമീപനം ചെയ്തിട്ടുള്ള വനിതകളെയും പള്ളിക്കകത്ത് കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് പോലെ നിസ്കാരത്തിന് ശേഷം അടച്ചുപൂട്ടപ്പെടുന്ന ഒരു കെട്ടിടം, നിസ്കരിക്കുന്നതിന് തൊട്ടു മുമ്പ് ബാങ്ക് വിളിയോട് ചേർന്ന് തുറക്കുകയും അതൊക്കെ നിസ്കാരം കഴിഞ്ഞ് അടച്ചുപൂട്ടി താക്കോലും കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കെട്ടിടമായിരുന്നില്ല ഒരു കാലത്തും ഇസ്ലാമിലെ ഈ പള്ളികൾ എന്നുള്ളത്. അതൊരു രാഷ്ട്രീയ കേന്ദ്രമാണ്. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, സാമൂഹിക കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഒരു സുരുക്കൂട്ടലുകൾ, സക്കാത്തിൻ്റെ സെല്ലുകൾ, മതപരമായ വിദ്യാഭ്യാസങ്ങൾ, പൊതുവിദ്യാഭ്യാസങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ, അങ്ങനെ ഒട്ടനവധി ഭരണകാര്യങ്ങൾ കൃത്യമായി നടന്നിരുന്ന കെട്ടിടങ്ങളാണ് പള്ളികൾ. ഒരു നാടിൻ്റെ മുഴുവൻ ദീനി ചൈതന്യവും ദീനിൻ്റെ ചാലകശക്തി എന്നുള്ളതും കേന്ദ്ര ബിന്ദു എന്നുള്ളത് പള്ളികളായിരുന്നു. എന്താവശ്യത്തിനും പള്ളിയിലാണ് വരിക. അവിടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനുണ്ട്, അവിടെ ചർച്ചയുണ്ട്, അവിടെ എന്തിനും സംവിധാനങ്ങളുണ്ട്. ആ നിലയിൽ ആ പള്ളികൾ സജീവമായിരുന്നു. അവിടെ പള്ളികളിൽ സ്ത്രീകൾക്കും സാന്നിധ്യമുണ്ടായിരുന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ പള്ളികൾ എന്നുള്ളത്. ഒരിക്കലും തടയാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ അധികമായി പ്രൊമോഷൻ ചെയ്യുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ പള്ളിയിൽ വന്ന് മാത്രമേ നമസ്കരിക്കാവൂ എന്ന് പുരുഷന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെട്ടിട്ടില്ല. സ്ത്രീകൾ അവരുടെ സുരക്ഷിതത്വം കൂടി, അവർക്ക് സ്വാതന്ത്ര്യം ഹനിക്കുന്നില്ല. ആരാധനയിൽ നിന്ന്, പള്ളികളിൽ നിന്നുള്ള അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നില്ല, ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല. പക്ഷെ അവർ നിർബന്ധ ബുദ്ധിയോടുകൂടി എല്ലാവരും ജമാഅത്തിന് പള്ളിയിൽ വന്നേ പറ്റൂ എന്ന് കർക്കശമായ നിലപാടുകൾ പുരുഷന്മാരോടാണ്. പുരുഷന്മാർക്ക് വീട്ടുകളിലുള്ള നമസ്കാരം, അവർക്ക് പള്ളികളിലുള്ള നമസ്കാരം. അവർ പള്ളികളിലേക്ക് വരണമെന്ന് നിർബന്ധ ബുദ്ധിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ സ്ത്രീകളോട് അത്രയും കർക്കശമായ ഒരു ആവശ്യപ്പെടലില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സ്ത്രീകൾക്ക് അവർ വരാതിരിക്കാനുള്ള ചോയ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യമുണ്ട്, വന്നാൽ തടയരുത്, പുറപ്പെട്ടാലും തടയരുത്. വലിയ ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ കഴിവിൻ്റെ പരമാവധി വീടകങ്ങളിൽ നമസ്കരിക്കണം. പൊതുരംഗത്ത് അത് ആരാധനകൾക്ക് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്ന് പുരുഷന്മാരുമായി മിങ്കിളാകുന്നത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള ഉമറിൻ്റെ ഭാര്യ പോലും പള്ളിയിൽ കൃത്യമായി വന്നിരുന്നു. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ പള്ളിയിൽ വന്നിരുന്നു. ആ പെൺമക്കൾ പള്ളിയിൽ വരുമ്പോഴും ഈ ഭാര്യ വരുമ്പോഴും ഒക്കെ ജനങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്, ഉമർ അറിയുന്നില്ലേ ഇതെന്ന്?
ഉമർ റളിയല്ലാഹു അൻഹു അറിയുന്നുണ്ട്, പക്ഷേ അദ്ദേഹം തടയാൻ അനുവാദമില്ലല്ലോ. റസൂല് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ അവകാശത്തിന് മേൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ഒരു കൈ വയ്ക്കാനുള്ള അവകാശം ഉമറിനില്ല, ആർക്കുമില്ല. ഇതൊന്നും ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇപ്പം ആരാധനാലയങ്ങളിൽ സ്ത്രീകൾക്ക് മുമ്പിൽ തുറക്കപ്പെടാതെ പോയത് കൊണ്ട് തന്നെയാണ് ഒരു പരിധി വരെ നമ്മുടെ കുടുംബങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോയത്. ദീനി അന്തരീക്ഷം കുടുംബത്തിന് നഷ്ടപ്പെട്ട കാര്യം എന്നറിയാമോ? ആണുങ്ങൾ വന്നിരുന്ന് പ്രസംഗം കേട്ടിട്ട് പോയാൽ അവരെ മനസ്സിലേക്കുള്ളൂ, അത് ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇനി അവനവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ആരോടും പറയാനും മക്കളോടോ ഭാര്യയോടോ ഒന്നും ഉപദേശിക്കാനും ഇവർക്ക് സമയമില്ല. അതിനങ്ങ് സമയം ഉണ്ടായാലും ഈ വാക്കുകളോട് വില പോവില്ല. കുടുംബം അങ്ങ് കേൾക്കാറില്ല. പക്ഷേ എന്നാൽ സ്ത്രീകൾ പറയാണ്, സ്ത്രീകൾ ഉത്ബോധനങ്ങൾ, വെള്ളിയാഴ്ചയിൽ ജുമാ പ്രഭാഷണങ്ങളെങ്കിൽ മിനിമം ഒരു വീട്ടിലെ ഉമ്മ കൃത്യമായി കേട്ടുപോയിരുന്നുവെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ അവരെ വീട്ടിനകത്തുണ്ടാകുമായിരുന്നു. ആ മക്കളുടെ ഡ്രസ് കോഡിൽ, പെൺകുട്ടികളുടെ ഡ്രസ് കോഡിൽ, ആൺകുട്ടികളെ വളർത്തുന്നതിൽ, വീടിനകത്ത് കൃത്യമായി ഫജ്ർ സമയത്ത് എഴുന്നേൽക്കുന്നതിൽ, സുബഹി നമസ്കരിപ്പിക്കുന്നതിൽ, അങ്ങനെ കൃത്യമായി ചിട്ടയായ ഇസ്ലാമികമായ ഒരു ജീവിതാന്തരീക്ഷം കുടുംബത്തിനകത്ത് കൊണ്ടുവരാൻ കുടുംബിനികൾക്കാകുമായിരുന്നു കൃത്യമായ ഉപദേശങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അതുപോലും ഇല്ല. ജുമായിക്ക് വരാൻ പാടില്ല, പള്ളി ഉപദേശം കേൾക്കാൻ പാടില്ല. പിന്നെ വർഷാവർഷം നമ്മൾ പാതിരാഭാഗത്ത് വെക്കുമെന്ന്. വർഷത്തിൽ റബീഉൽ അവ്വൽ വരുമ്പോഴോ റമദാൻ വരുമ്പോഴോ 2 ദിവസത്തെ പ്രസംഗം ഉണ്ടാകും. ആ പ്രസംഗത്തെക്കാൾ കൂടുതൽ പാട്ടുകളും ഫലിതങ്ങളും ഉണ്ടാകും, ചിരിക്കാനും രസിക്കാനും വകയും ഉണ്ടാകുമെന്ന്. ലാസ്റ്റ് ഒരു പിരിവ്. ഇതല്ലാതെ എന്താ ഉള്ളത്? എന്താണ് ദീൻ പഠിക്കാൻ വേണ്ടി സ്ത്രീകളുടെ മുമ്പിൽ തുറന്നു വെച്ച അവസരം എന്തിനാണ്? അവർ നന്നാവണം, ദീന് കൊണ്ടുവരണം എന്ന് പറയുമ്പോഴത്തേക്കും ദീൻ അവർ എവിടെ നിന്നാണ് പഠിക്കുക, എവിടെ നിന്നാണ് കേൾക്കുക? അവർക്ക് പഠിക്കാനും കേൾക്കാനും സംവിധാനം. പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ, അവർ യൂട്യൂബൊക്കെ തുറന്ന ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിലും ആകെ പഠിക്കുന്നതിനാണ് റെസിപ്പികളാണ്. എങ്ങനെ പാചകം ചെയ്യാം, എങ്ങനെ വേവിക്കാം, എങ്ങനെ തിന്നാന്നല്ലാതെ ദീൻ പഠിക്കാൻ വേണ്ടി 2 മിനിറ്റ് കൂടുതൽ നോക്കിയിരിക്കാൻ ആരെക്കൊണ്ടും ക്ഷമ നടക്കൂല. ഇത് കണക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം ഖുതുബകൾ, ഉത്ബോധനങ്ങൾ നടക്കുമ്പോൾ ഇത് കേൾക്കേണ്ട ഒരു നിർബന്ധിത ബാധ്യതയായതുപോലെ നമ്മൾ കേട്ടുപോകുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കും, അത് ചലനമുണ്ടാക്കും. ആ അവസരങ്ങൾ പോലും നിഷേധിച്ചു ഇസ്ലാമികമായ അന്തരീക്ഷം കുടുംബത്തിൽ നിന്ന് പോലും പറിച്ചു കളയാനല്ലാതെ പള്ളികളിൽ നിന്ന് സ്ത്രീകളെ തടഞ്ഞത് കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല. അത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ആരാധനാലയങ്ങളിൽ പുരുഷനെ പോലെ അവകാശമുണ്ട് സ്ത്രീകൾക്കും എന്നുള്ളത് ഗൗരവമായി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുക. വെറുതെ എന്ത് ചെയ്യുക, വെറുതെ നിസ്സാരമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് പണ്ഡിതോചിതമായ അഭിപ്രായങ്ങൾ വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബലം പിടിച്ച് സ്ത്രീകളെ പള്ളികളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അബദ്ധമാണ്, തിരുത്തപ്പെടേണ്ട ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.